ആശുപത്രി പോണില്ലേ? ആശുപത്രി വിളിച്ചിട്ട് പറഞ്ഞില്ല. എനിക്ക് ഞാൻ ഗുളിക കഴിച്ച് കഴിച്ചാണ് കുറഞ്ഞിരിക്കണ ഏട്ടാ, അല്ലാതെ നല്ല ഇതായില്ല. ഇപ്പം കുളിച്ചപ്പോഴേ കുറച്ചത്. എവിടെയാടാ പോളെ? പിന്നെ കുളിച്ചിട്ട് വന്ന് വെള്ളം ചൂടാക്കിയാണ് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ പിന്നെയും ഗുളിക വീങ്ങി. അങ്ങനെ ഗുളിക വീങ്ങി അല്ലെങ്കിൽ ഇന്ന് കോവിലിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് പൊങ്കാലിടണം, നല്ല വിഷുവല്ലേ, അതുകൊണ്ട്. ഇന്നലെ 5 വീങ്ങിയ കണ്ട. എന്നിട്ട് ആശുപത്രി പോവേ, ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്തിരുന്നെങ്കിൽ കുറയാനെ. 5 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ഇന്നല്ലേ പറ്റിക്കൊള്ളാല്ലേ? വൈകുന്നേരം 6 മണിക്ക് ശേഷം. അങ്ങനെ വീങ്ങിക്കൂടാ, എന്നിട്ട് മാറിയില്ലല്ലേ? അതിന് ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുത്താൽ മാറും അല്ലേ? അങ്ങനെ എന്താ പൊങ്കാലിടാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള കിറ്റ് എല്ലാം റെഡിയാക്കി വെച്ച് ശകല ഉള്ളു, അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി സമയമാകുമ്പോൾ പോവാം. രാവിലെ എണീറ്റ് നമ്മളിന്ന് വിഷുവായിട്ട് അപ്പം ഉണ്ടാക്കി. ഇല്ല, ഇന്ന് വേറെ അങ്ങനെ നമുക്ക് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അവിടെ കോവിലിൽ സദ്യയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചോറൊക്കെ വെച്ച് എന്നാലും അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് വരും. വരണ സദ്യ കഴിക്കാൻ? കൈ അണയ്ക്കണം. അയ്യോ എനിക്ക് പിടിക്കേ ഭയങ്കര കൈ ഭയങ്കര കൈ അണയ്ക്കണ. അതിന് വണ്ണം വയ്ക്കണം കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ലെങ്കിലും വണ്ണം വയ്ക്കണം, അതുകൊണ്ടാണ് പിന്നെ കൂടുതൽ. പക്ഷെ ഇപ്പൊ എണീക്കാം വയ്യ, ക്ഷീണം. കൈ ഞാൻ 1 മാസം ഒന്നും കഴിച്ചില്ലെങ്കിലും ഉണങ്ങണില്ല. അതെന്താ? ഒരു മാസം കഴിച്ചില്ലെങ്കിൽ നിങ്ങളെ കണ്ണൊക്കെ നീരടിച്ച്. അല്ല, നല്ല പനിയുണ്ട്, ആശുപത്രി വിളിച്ചിട്ട് പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറയരുത്. എന്ത് അങ്ങനെ പറയല്ല, പനിയില്ലെന്ന്, ജലദോഷം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും നല്ലൊരു വിഷുദിനമാവട്ടെ. അയ്യോ കറക്കണ, എന്നായിട്ട് കറക്കണ. എല്ലാവർക്കും നല്ലൊരു വിഷുദിനമാവട്ടെ. പിന്നെ നമുക്ക് വിഷുവായിട്ടൂടെ ജലദോഷവും പനിയും. ഞാൻ ഇനി പോയിട്ട് കാണാം. വിജയ സാധ്യത പൂവിൽ വിസ്തൃതി എന്തെന്ന് കാണാതിങ്ങനെ മക്കളെ സൃഷ്ടിക്കാൻ ബാലിശന്മാരായി തുനിഞ്ഞാൽ കാര്യമായിടാ. അമ്മേ എന്തെന്ന് കാണാതെ ഇങ്ങനെ മക്കളെ സൃഷ്ടിക്കാൻ പടിഞ്ഞാറോട്ട് പോയി പുത്രന്മാർ പോയതായി കണ്ടതും അത് കേൾക്കായകയാൽ അവൾ എന്ത് ഈ മിന്നുന്നതൊന്നു എന്ന് നോദിക്കിറിനാൻ കണ്ണു രണ്ടുമേ. ചെറിയ പാക്കറ്റ് ഇല്ലേ? എത്ര 20 രൂപ? അത് കൊള്ളാമല്ല. ബാക്കി വീട്ടിൽ കൊണ്ടുപോയി എല്ലാണ്ട്. വല്ലവരും അതുതാൻ രോഗകാരണം പരിഷ്ഠനായി തപോവൃത്തനായൂരാ വൃത്തഭാർഗവൻ മഹാത്മാവിന് തെറ്റെന്തോ ചെയ്തതായി തന്നെ ഓർക്കൂ ഞാൻ. കരുതി കൂട്ടിയോ ബുദ്ധികേടാ
ഞാൻ പയ്യാൻ അവിടെ കഴിച്ചിട്ട് വരും. നിങ്ങളൊക്കെ പിന്നെ കഴിച്ചിട്ട് വരും. അങ്ങനെ നമ്മൾ പൊങ്കാല ഇട്ടിട്ട് വന്ന് അവിടെ നിന്നെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. അവിടെ സത്യമായിരുന്നു. ഓ ബിസ്ക്കറ്റ് കണ്ടാ. ഞാൻ പയ്യാൻ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചോറ് സത്യം എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ പായസം, അട പായസം. ഇത് നമ്മളിട്ട പൊങ്കാല. ഞാൻ ഇട്ട എന്ന് തന്നെ പറഞ്ഞു, എടുത്തെന്ന് പറഞ്ഞില്ല. എടാ അത് കളയാതെ ഇല വെച്ച് ഇതങ്ങനെ ചോറ്. ഇത് അട പായസം കുറച്ച് തന്നെ വാങ്ങിച്ചേട്ടാ. ഇല്ല ഇവിടെ ആ പായസം ഇരിക്കണില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും മതി. അവ അവിടെ നിന്ന് കുടിച്ചു, ഞാൻ കുടിച്ചു. അവിടെ നിറയെ ആൾ വരില്ല, അപ്പൊ അവർക്ക് കുടിക്കണ്ടേ. കണ്ട ചക്കി ഉറങ്ങണണ്ട. ഇപ്പൊ ഈ ചൂട് വന്നതിന് ശേഷം ചക്കി എന്നും ചക്കിയല്ലല്ലോ ചിലങ്ക, പേര് തെറ്റിപ്പോണ. ഈ ചൂട് വന്നതിന് ശേഷം ചിലങ്ക എന്നും ഇങ്ങനെയാണ് കിടന്ന് ഉറങ്ങണത്. കാല് രണ്ടും പൊക്കി ആ ചുമരിൽ വെച്ചിട്ട് ആളിങ്ങനെ കിടക്കുന്ന എളിഞ്ഞ്. 2 സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ചൂട് വന്നതിന് ശേഷം ഇങ്ങനെ കിടക്കും. അവർക്ക് നല്ല ചൂടായിരിക്കും, നമ്മളെ പോലെ തന്നെ. കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കണം. കണ്ട ഞാൻ ചോറ് വാങ്ങിച്ചോണ്ട് വന്ന് കോരി കൊടുക്കുന്നത്. പക്ഷെ ഇവരാരെങ്കിലും എവിടെയെങ്കിലും പോയല്ലേ എനിക്ക് കൊണ്ട് കൂട്ടല്ല കൂട്ടുന്നത്. ഈ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടാ. കൊണ്ടൊക്കെ വരും. ഈ എല്ലാ കൂട്ടാനും ചോറെല്ലാം ഒരുമിച്ചല്ലേ വീട്ടിൽ കൊണ്ടുവന്നേ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ്. നീ കുറച്ച് മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ അല്ല. ഞാൻ ഇവിടെ നിന്ന് ചോറ് കഴിച്ചിട്ട് വന്ന്. അവനും കഴിച്ചു. അവ അവിടെ എന്നെ വിളിക്കാൻ വന്നല്ല. ഇവിടെ അടുത്ത് തന്നെ പാറശാല മഹാദേവന്റെ അടുത്തിരിക്കണ കോവില്. അവിടെ നിന്ന് കഴിഞ്ഞ് പൊങ്കാലൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വേണ്ട, ഇന്നത്തേക്കൊന്നും വേണ്ട. ഞാൻ എല്ലാം കഴിച്ചില്ല, ഒരു ഇത്രയ്ക്കാണ് കഴിച്ചത്. എന്നിട്ട് ബാക്കി കളഞ്ഞു. ഞാൻ ചോറ് ഒന്നും കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിഷുവിന് സദ്യ. കോവിലുള്ള സദ്യ വേർത്ത് അവിടുത്തെ കരിയൊക്കെ അടിച്ച് മുഖം. അല്ലെങ്കിൽ വെളുപ്പൊന്നുമില്ല, സൗണ്ടൊക്കെ അടഞ്ഞടഞ്ഞ് വരണം. കുളിച്ച് കുറയണില്ല. ഒന്ന് രാവിലെ കുളിക്കുന്നതുകൊണ്ട് കുറയണില്ല. പിന്നെ നമ്മളല്ല ചേട്ടൻ കഴിക്കട്ടെ. ചേട്ടാ വിഷുവിന് സത്യ കൊടുത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ വാങ്ങിച്ചോണ്ട് കൊടുത്തല്ല.